ഇനി നമുക്കൊന്ന് വയനാട് വരെ പോകണം. കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി വയനാടുകാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവിടെ പലയിടങ്ങളിലും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വന്യമൃഗങ്ങൾ. 2 മാസത്തോളമായി വയനാട് നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലി ഒടുവിൽ കൂട്ടിലായി. 4 വയസ്സ് പ്രായമുള്ള ആൺപുലിയാണ് കൂട്ടിലായത്. പുലി ആരോഗ്യവാനാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. 12 വളർത്തുമൃഗങ്ങളെയാണ് ആ മേഖലയിലാകെ പുലി ഇതുവരെ ആക്രമിച്ചത്. 2 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം പുലിയെ തുറന്നുവിടാനാണ് വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം. നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിൽ വലിയ ഭീതിയാണ് പുലി സൃഷ്ടിച്ചിരുന്നത്. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടന്നതാണ്. ഒടുവിൽ പുലി കൂട്ടിലായിരിക്കുന്നതിൻ്റെ ആശ്വാസം ഈ നാടിന്. കല്ലൂർ ശ്മശാനത്തിനടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് 17-ാം നാൾ പുലി വീണത്. 2 മാസത്തോളമായി മേഖലയിൽ ഭീതി പരത്തിയ പുലിയാണിത്. ഇന്ന് രാവിലെയാണ് കെണിയിലായത്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരും പശു കറവ് കൊണ്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പോൾ രാവിലെ 4 മണിക്ക് 3 മണിക്ക് എണീച്ച് പോകുന്ന എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ ചെറിയൊരു സമാധാനം, നമ്മൾ ഇത് പിടിച്ചുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ട്. ഇതുവരെ പുലി കൊന്നത് 6 മൃഗങ്ങളെ. 6 മൃഗങ്ങൾക്ക് പുലിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നായയും ആടും പശുക്കിടാവുമെല്ലാം ഉൾപ്പെടും. അയ്യോ, പേടിയെന്ന് പറയണോ? ഞങ്ങൾക്ക് രാത്രിയൊന്നും കിടന്നാൽ ഉറക്കില്ല, അത്ര പേടിയാണ്. അങ്ങനെയല്ലേ വന്നു എന്നല്ലേ ഞങ്ങളുടെ മുറ്റത്തൂടെ പോയാ ഞങ്ങളെ കന്നിനൊക്കെ കഴുത്തിവിടെ അത് ചാകാനായിട്ടുണ്ട്. ഇന്ന് പിന്നെ കോഴിനെ പിടിച്ചു. എന്നിട്ടാണ് അറിഞ്ഞത്. കോഴിനെ പിടിച്ചിട്ടാണ് ഇതിൽ വന്നത്. ഇനി ഞങ്ങളെ കൊട്ടായത്തേക്ക് വന്നതാ ഇന്ന്. പുലിപ്പേടിയെ തുടർന്ന് നാട്ടുകാർ രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നു. ക്ഷീരമേഖലയായതിനാൽ ആശങ്കയിലായിരുന്നു ഇവിടുത്തുകാരുടെ ജീവിതം. മുത്തങ്ങ റേഞ്ച് ഓഫീസർ സഞ്ജയുടെ നേതൃത്വത്തിൽ പുലിയെ കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. ആരോഗ്യവാനായ പുലി 2 ദിവസത്തെ നിരീക്ഷണത്തിലുണ്ടാകും. ഇതിനുശേഷം ഉൾവനത്തിൽ തുറന്നുവിടാനാണ് തീരുമാനം. വനം വകുപ്പിന് കീഴിലുള്ള കുപ്പാടി മൃഗപരിചരണ കേന്ദ്രത്തിലേക്കാണ് പുലിയെ മാറ്റിയിരിക്കുന്നത്. ആരോഗ്യനില പരിശോധിക്കും. എന്നിട്ടാകും തുടർ നടപടികൾ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും വലിയ ഭീതി അത് ഒഴിഞ്ഞതിന്റെ വലിയ ആശ്വാസം അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഉണ്ട്. ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടുന്നു, കൂടുവെച്ച് പിടികൂടുന്നു, അതിനെ പിന്നീട് വനമേഖലയിലേക്ക് തുറന്നു വിടുന്നു. പക്ഷേ വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള നടപടി ഉണ്ടോ? അതൊരു സുപ്രധാനമായ ചോദ്യമാണ്. പുലിപ്പിടിയെ തുടർന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതിരുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസം എന്തായാലും ഇപ്പോഴുണ്ട്. ചില പ്രതികരണങ്ങൾ ആ തരത്തിലാണ്. നോക്കാം. അങ്ങനെ എല്ലാവരും ഇന്ന് രാവിലെ പാല് കൊണ്ടുവന്നപ്പോഴാണ് ഇത് പാല് അളന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അന്നേരം കൂടിനകത്ത് ഇപ്പോൾ എടുത്ത് അവിടെ കിടക്കുന്നത് ഞങ്ങളെ കണ്ടു കഴിയുമ്പോൾ എടുത്ത് ചാടിയായിരുന്നു. ആരോഗ്യമുള്ള പുലിയാണ്. നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോൾ സന്തോഷമായി. ചെറിയൊരു ആശ്വാസം. ഇത് എന്താ അതിർത്തി പ്രദേശമായതുകൊണ്ട് ഒരു പുലി മാത്രമല്ല, ഇവിടെ 2-3 ഉണ്ട്. പിന്നെ പുല്ല് വെട്ടാൻ പോകുമ്പോഴും എല്ലാത്തിനും പേടി തന്നെയാ. രാവിലെ 5 മണിക്കൊക്കെ എണീച്ച് കറക്കാൻ നേരമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ, പേടിയൊക്കെ ആയിട്ട്. ഇത് ഞങ്ങളുടെ തൊട്ട് പറമ്പാണിത്. ഇവിടെയായിരുന്നു കൂട് വെച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങോട്ടൊക്കെ വരാനൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സമാധാനമായി കൂടി. അപ്പൊ ശനിയാഴ്ച ഞങ്ങൾ സമര പരിപാടി നടത്താനുള്ള പരിപാടിയായിരുന്നു. എല്ലാവരും കൂടിയിട്ട് സമാധാനമായി, നല്ല സന്തോഷമായി. നിങ്ങൾ ഇനി പേടിക്കേണ്ട ധൈര്യമായിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ സമാധാനം അത് ആ രീതിയിൽ തന്നെ നിൽക്കട്ടെ. കൂടുതൽ ഈ പറയുന്ന നടപടികൾ സ്വീകരിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ.